ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന നിങ്ങളുടെ 5th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം എക്സാമിൻ്റെ ആൻസർ കീയാണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്, ഒന്ന് എയും ഒന്ന് ബിയും. ഇതിൽ നിന്ന് ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ അറിയാവുന്ന ഉത്തരം അതിനുത്തരം എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഫസ്റ്റ് തിരിച്ചറിയൽ കാർഡാണ്. ഗ്രഹത്തിൻ്റെ പേര് ബുധൻ. സൂര്യനിൽ നിന്നുള്ള അകലം, സൂര്യനിൽ നിന്ന് ഒന്നാമത്തെ ഗ്രഹം. ഇനി ഗ്രഹത്തിൻ്റെ സ്ഥാനം സൂര്യനും ശുക്രനും ഇടയ്ക്ക്. പ്രത്യേകത എന്താണ്? ഏറ്റവും ചെറിയ ഗ്രഹം. അപ്പം ഇനി നോക്കൂ, എന്തായി ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിന്റെ ചിത്രം നിരീക്ഷിച്ച് ബുധൻ ഒഴികെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ തിരിച്ചറിയൽ കാർഡ് മാതൃക നോക്കി തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഒരുപാട് ഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഏത് ചെയ്താൽ മതി? തിരിച്ചറിയൽ കാർഡ് ഇതുപോലെ ഒരു ബോക്സ് വരച്ച് തിരിച്ചറിയൽ കാർഡ് എന്ന് എഴുതി. നിങ്ങൾ ഏത് ഗ്രഹത്തിനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്? ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് ചൊവ്വയെ കുറിച്ച് പറയാം. നിങ്ങൾ ഏതിനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് കമൻറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അപ്പോൾ ചൊവ്വ സൂര്യനിൽ നിന്നുള്ള അകലം എത്രയാണ്? സൂര്യനിൽ നിന്ന് 4ാമത്തെ ഗ്രഹമാണ് അല്ലേ. ഇനി ഗ്രഹത്തിൻ്റെ സ്ഥാനം ഭൂമിക്കും വ്യാഴത്തിനും ഇടയിൽ. പ്രത്യേകത എന്താണ്? ചുവന്ന ഗ്രഹം എന്ന് വിളിക്കപ്പെടുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രഹത്തെക്കുറിച്ച് ഇതുപോലെ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു നോക്കൂ, ബി ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഏത്? അതെ, ഉപഗ്രഹങ്ങൾ അല്ലേ. ആൻസർ എന്താണ്? ഉപഗ്രഹങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി, ഉപഗ്രഹങ്ങൾ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഒന്ന് ബി, ഭൂമി നീല നിറത്തിലാണ്. അത് എത്ര അത്ഭുതമാണ്, അത് അതിശയിപ്പിക്കുന്നതാണ്. യൂറി ഗഗാറിൻ. എ ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമിയുടെ സവിശേഷതയെക്കുറിച്ച് യൂറി ഗഗാറിൻ പറഞ്ഞ വാക്കുകളാണിവ. നീലഗ്രഹം എന്നതുപോലെ ഭൂമിക്ക് മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഉള്ളത്? എന്തൊക്കെ സവിശേഷതകളാണ് കൂട്ടുകാരെ ഭൂമിക്കുള്ളത്? ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഏതാണ്? നമ്മുടെ ഭൂമിയാണല്ലേ. ദെൻ ഉപരിതലത്തിൻ്റെ 71% ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുപോലെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം അല്ലേ. അപ്പോൾ ഇത്രയും സവിശേഷതകളുണ്ട്. അപ്പം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക എന്നാണ് അല്ലേ. നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഋതുക്കൾ അനുഭവപ്പെടുന്നു. രാത്രിയും പകലും ഉണ്ടാകുന്നു. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ ഭ്രമണവുമായി ശരിയായ പ്രസ്താവന ഏതാണ്? അത് രാത്രിയും പകലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. ബാലാവകാശങ്ങളെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകരായി അഭിമുഖം നടത്തുന്നതിനാവശ്യമായ ചോദ്യാവലി തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പ്രസക്തമായ 4 ചോദ്യങ്ങൾ ഉണ്ടാവണം. അപ്പം നിങ്ങളൊരു 4 ചോദ്യം എഴുതിയിട്ടില്ല. എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്? നമുക്ക് ജസ്റ്റ് അത് പറഞ്ഞു നോക്കാം. എന്താണ് ചൈൽഡ് ലൈൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ചോദിക്കാം അല്ലേ. അതുപോലെ എന്ത് ചോദിക്കാം? കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എങ്ങനെയെല്ലാമാണ് നിങ്ങളെ ബന്ധപ്പെടേണ്ടത്? മൂന്നാമതൊരു ചോദ്യമായിട്ട് നമുക്ക് എഴുതാം. ബാലവേല തടയാൻ ചൈൽഡ് ലൈൻ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ്? 4ാമത്തെ ചോദ്യം. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്താൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു? അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, ഇതുപോലൊരു 4 ചോദ്യങ്ങൾ കൂട്ടുകാർ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമം ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ഓപ്ഷൻ സി, വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 ആണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. എന്തുകൊണ്ട്? നിങ്ങളുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ, വസ്ത്രനിർമ്മാണ രംഗത്തെ മേഖലകളുമായി നേരിട്ട് ബന്ധമുള്ള ശരിയായ ജോഡി ഏതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം. സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രനിർമ്മാണത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമല്ലോ. ഓക്കെ, 4ാമത്തെ ചോദ്യം നോക്കൂ. സാമൂഹിക അസമത്വം, പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യതയില്ലാത്ത അവസ്ഥ വിവേചനം സൃഷ്ടിക്കുന്നു. നൽകിയിരിക്കുന്നവയിൽ നിന്ന് സാമ്പത്തിക അസമത്വവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തൊഴിലില്ലായ്മ, കോളനിവൽക്കരണം, വരുമാനത്തിലെ വ്യത്യാസം, ഗ്രാമ നഗര വ്യത്യാസം എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്. നോക്കാം നമുക്ക്.
തൊഴിലില്ലായ്മ, കോളനിവൽക്കരണം, വരുമാനത്തിലെ വ്യത്യാസം, ഗ്രാമ നഗര വ്യത്യാസം. അപ്പോൾ ഇതിൽ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ല. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം. ഇനി നോക്കൂ, സമൂഹത്തിലെ കുടുംബ വരുമാനത്തിലെ വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? ജോലിയുള്ള വ്യത്യാസം, അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിൽ നൈപുണ്യവും കൃഷിഭൂമിയുടെ മറ്റ് ആസ്തികളുടെ ലഭ്യതയൊക്കെയാണ് അല്ലേ. ഇനി വരുമാനത്തിലെ വ്യത്യാസങ്ങൾ കുടുംബങ്ങളെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു, കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയെല്ലാമാണ്? മികച്ച വിദ്യാഭ്യാസവും ചികിത്സയും ലഭ്യമാകുന്ന തടസ്സമുണ്ടാക്കും അല്ലേ. അതുപോലെ ജീവിത സൗകര്യങ്ങളിലും ഭക്ഷണ രീതിയിലും ഉണ്ടാവില്ല വ്യത്യാസങ്ങൾ. അതുപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ എന്താവും? ജീവിത നിലവാരം കുറയാൻ കാരണമാകുമല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 5ാമത്തെ ചോദ്യം, റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളിൽ കാൽനട യാത്ര പാടില്ല എന്ന് സൂചിപ്പിക്കുന്ന അടയാളം ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അടയാളം? ബി ആണല്ലേ. ആൻസർ ഓപ്ഷൻ ബി. ദെൻ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. നിയമനിർമ്മാണ സഭകളാണ് നിയമങ്ങൾ രൂപീകരിക്കുന്നത്. ഇതുണ്ടല്ലേ, നിയമനിർമ്മാണ സഭകളാണ് നിയമങ്ങൾ രൂപീകരിക്കുന്നത്. ഇനി കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും നിയമനിർമ്മാണത്തിന് കാരണമാകുന്നു. സി ക്വസ്റ്റ്യൻ എന്താണ്? നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ എന്തെല്ലാം സംഭവിക്കും? പട്ടികപ്പെടുത്തുക. എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുക എന്നാണല്ലോ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്, 6A-യും 6B-യും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി അല്ലേ. 6A ക്വസ്റ്റ്യൻ എന്താണ്? ലോക ജലദിനത്തിൽ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളാണ് നൽകിയിരിക്കുന്നത്. മഴവെള്ളം മണ്ണിൻ്റെ സമ്പത്താണ്, മുറ്റത്തെ കോൺക്രീറ്റ് ഒഴിവാക്കാം. എ ക്വസ്റ്റ്യൻ എന്താണ്? കൂടുതൽ ജലസംരക്ഷണ മാർഗങ്ങൾ കണ്ടെത്തി പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് പ്ലക്കാർഡിൽ എന്തൊക്കെ എഴുതാം? വെള്ളം കരുതി വെക്കാം നാളേക്കായി, കിണർ റീചാർജിങ് നടത്തുക, ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുക, തടയണകൾ നിർമ്മിച്ച് നമുക്ക് ഒഴുക്ക് തടയാം. അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ട് നിങ്ങൾ പ്ലക്കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ഇതുപോലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നൽകിയിരിക്കുന്നതിൽ ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ജലസംരക്ഷണ പദ്ധതി ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അത് ഓപ്ഷൻ ഡി, ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളതാണല്ലേ. ഓക്കെ, ദെൻ 6B ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്ന വിളകളെ അനുയോജ്യമായ തലക്കെട്ടുകൾ നൽകി ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മലനാട് ഏതൊക്കെയായിരിക്കും വരിക? തേയില, ഈ ഏലം അല്ലേ. ഇനി ഇടനാട് നെല്ല്, ചേമ്പ്, മരച്ചീനി. നെല്ല്, ചേമ്പ്, മരച്ചീനി. തീരപ്രദേശം തെങ്ങ്, നെല്ല്. തീരപ്രദേശം തെങ്ങ്, നെല്ല്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ വിളകളും ഭൂപ്രകൃതി വിഭാഗങ്ങളും കൃഷി ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കാരണം പറയാനാണ് അല്ലേ. എന്താണ്? കാലാവസ്ഥയിലുള്ള വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ മണ്ണിൻ്റെ ഗുണനിലവാരത്തിലുള്ള മാറ്റം, അതുപോലെ ഭൂമിയുടെ ചെരിവും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും, ഇതൊക്കെ കാരണങ്ങളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലോ എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.